അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. എന്ത് ഹെയർ ഡേ ചെയ്തിട്ട് നിങ്ങളുടെ മുടി വെളുത്ത മുടികൾ കറുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ നമ്മൾ ഈ തയ്യാറാക്കുന്നൊരു ഡൈ ഉപയോഗിച്ച് ഈ ഒരു വെളുത്ത മുടികളൊക്കെ നമ്മൾ കറുപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡേ ആണ്. മീശയിലും അതുപോലെ തന്നെ നമ്മുടെ തലയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൈ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡൈ ഞാൻ കുറച്ചെടുത്ത് കയ്യിലൊന്ന് തേച്ച് കാണിച്ചു തരാം. എത്രത്തോളം കറുപ്പ് അപ്പം നമ്മുടെ മുടിക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കണ്ടില്ലേ, ഇതേപോലെ തന്നെ കറുപ്പ് നമുക്ക് മുടിയിലും കിട്ടും. ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിൽ വേണം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരത്തോളം ഇത് പിടിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാണ്ട് ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം. ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിച്ച് നമ്മൾ താളി തയ്യാറാക്കി എടുക്കുമല്ലോ, അതുപയോഗിച്ച് മുടി കഴുകിയെടുത്താൽ മതി. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാംപൂ വാഷ് ചെയ്യുക. സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണ്. അപ്പം നമുക്ക് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഡൈയിലേക്ക് ആദ്യം വേണ്ടത് കരിഞ്ജീരകമാണ്. നമുക്ക് അങ്ങാടിക്കടയിലും അതുപോലെ തന്നെ മിക്ക കടകളിലും വാങ്ങാനായിട്ട് കിട്ടും. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒരു ജീരകത്തിൻ്റെയൊക്കെ അതേ ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ 2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകമാണ് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൗഡർ നമുക്ക് റെഡിയാക്കി എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയും ഏകദേശം 2 ടേബിൾ സ്പൂണോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉലുവയും കരിഞ്ജീരകവും ഒക്കെ മുടിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ മുടി പൊട്ടൽ, ഉള്ളു കുറവ് എല്ലാത്തിനും ഈ ഒരു ഡൈ പരിഹാരമാണ്. അപ്പോൾ അതേ നമ്മളത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇളം ചൂടിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് കരിഞ്ജീരകമൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങും. ഇനി നമ്മുടെ ആ ഒരു ഉലുവ കൂടി ഒന്ന് കളറ് മാറി കറുത്ത കളറിൽ ഈ ഒരു പരുവത്തിൽ വരണം. അപ്പം ചെറുതായിട്ട് ഇതിൽ നിന്ന് പുകയൊക്കെ വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ പൊടിക്കുമ്പം കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഈ ഒരു പൗഡർ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാനായിട്ട് അതിലേക്കൊരു വെള്ളം വേണം. അതിനായിട്ട് നമ്മൾ ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-20 ഗ്രാമ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെടുത്ത 1 ഗ്ലാസ് വെള്ളം ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം വറ്റി വരുന്നത് വരെ നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് അരിച്ചു മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. ഹെയർ ഡൈ നമ്മൾ എപ്പോഴും ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ഹെയർ ഡൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എഫക്റ്റീവാണ് ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത്. ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാത്താ പൗഡറാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒട്ടുമിക്ക അങ്ങാടിക്കടയിലും കിട്ടും കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങേണ്ടവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ മുടിയുടെ നീളത്തിനും അതുപോലെ തന്നെ ഉള്ളിനും അനുസരിച്ച് വേണം പൊടികൾ നമ്മൾ എടുക്കാനായിട്ട്. കാത്താ പൗഡർ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പൗഡറെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വളരെ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചൂടാക്കിയെടുക്കുന്നത്. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ കട്ടകളൊക്കെ ഉടച്ചു കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു പൊടികൾ ചൂടാക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പം നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ജീരകത്തിൻ്റെയും ഉലുവയുടെയും ബാക്കിയുള്ള പൊടിയുണ്ടല്ലോ, ഇത് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്.
അപ്പോൾ അതേ നമ്മുടെ പൊടികളൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കാണ്ടിരിക്കുകയാണെങ്കിൽ അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കട്ടൻ ചായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറേശ്ശെയായിട്ട് ആ ഒരു ചായയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോഴും നമ്മുടെ ചീനച്ചട്ടിക്ക് ചെറുതായിട്ടൊരു ചൂടുണ്ട്. ആ ഒരു ചൂടിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡൈ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടികളൊക്കെ ഈ ഒരു രീതിയിൽ വറുത്ത് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു കറുത്ത മുടി കുറേ കാലം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു പൊടികളൊക്കെ ഇങ്ങനെ വറുത്തിട്ട് ഡൈ ആയിട്ട് തയ്യാറാക്കിയെടുത്തത്. ഡൈയൊക്കെ മുടിയിൽ തേച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പം നീർവീക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ 1-2 ഇല എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലൊരു പേസ്റ്റിൻ്റെ പരുവത്തിൽ ഹെയർ ഡൈ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡൈയുടെ കളർ വന്നിട്ട് ഒരു കോഫി ബ്രൗൺ കളറാണ്. ഇതിന് ഒരു രാത്രി നമ്മൾ സെറ്റാവാനായിട്ട് മാറ്റി വെക്കും. അത് കഴിയുമ്പോൾ നല്ലൊരു കറുത്ത കളറിലേക്ക് നമ്മുടെ ഡൈ മാറിക്കിട്ടും കേട്ടോ. ഇതേ കണ്ടില്ലേ, ഒരു രാത്രി കഴിഞ്ഞപ്പം നമ്മുടെ ഡൈ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ട കറുപ്പായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് തിക്കായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആ ഒരു പാകത്തിന്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഡൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം എന്ന രീതിയിൽ ഉപയോഗിച്ചിട്ട് മുടി കറുത്ത് തുടങ്ങുന്ന സമയത്ത് മാസത്തിൽ 1 എന്നുള്ള രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.